അപ്പോൾ 24 എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാറണ്ടി 27 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സ്കോർപ്പിയോ ആണ്. പഴയ സ്കോർപ്പിയോ അല്ല, എല്ലാം മാറി, ഓൾ ന്യൂ അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര ഇത്? വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ മാനുവൽ പെട്രോൾ. ഓക്കെ. അപ്പോൾ ക്രെറ്റ, സെൽട്ടോസ് ഈ കാറ്റഗറി പെട്രോൾ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ്ങിലൊക്കെ 16 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, 16-17 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലോങ്ങിൽ. ഓക്കെ. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. പ്രോപ്പർ ഉണ്ട് അല്ല? ഫുൾ ഹൈബ്രിഡ് ആണോ? ഫുള്ളി ഹൈബ്രിഡ്, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. എത്ര ഉണ്ടാവും? 22 എന്തായാലും ഉറപ്പിക്കാം. 22 ഉറപ്പിക്കാം അല്ലേ? ഡീസൽ വണ്ടിയിലെക്കാളും മേലെ കിട്ടും. ഷമീർക്കാ, നമസ്കാരം, സ്വാഗതം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷമീസ് കാസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ GST ഒക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഷമീസ് കാസിൻ്റെ പുതിയൊരു ഷോറൂം കൂടെ കോഴിക്കോട് തന്നെ തുറക്കുന്നുണ്ട്. നടക്കാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായി അവിടെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. ഇതിനൊരു 15 days തുറക്കും ഇൻഷാല്ലാ. ഓക്കെ. കോഴിക്കോട് മൊത്തത്തിൽ മാറാൻ പോകല്ലേ? ആ റോഡ് തന്നെ 4 വരെ കോഴിക്കോടിന്റെ മുഖച്ഛായ മാറുന്ന റോഡാണ് വരാൻ പോകുന്നത്. മലാപ്പറമ്പ്, പിന്നെ മാനാജർ റോഡ് 4 വരെ സ്റ്റൈലേ മാറാൻ പോവാണ്. ഇവിടെ തിരുവനന്തപുരമൊക്കെ പണി നടക്കുന്നുണ്ടല്ലേ? എല്ലാവർക്കും പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മാറ്റത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അതിനനുസരിച്ച് നമ്മളൊരു പുതിയ ഷോറൂം അവിടെ എടുക്കും. ഇത്രയും റോഡൊക്കെ വീതി കൂട്ടുമ്പോൾ എല്ലാവരും കാർ എടുക്കണ്ടല്ലേ? റോഡൊക്കെ വീതി കൂട്ടുക, അപ്പോൾ എല്ലാവരും കാർ എടുക്കുക. അപ്പോൾ എല്ലാ ടൈപ്പും ഉണ്ടോ ഇന്നത്തെ? എല്ലാ ടൈപ്പ് വണ്ടികളും നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. എല്ലാത്തിനും ഷമീർക്കാ വില കുറച്ചുണ്ടോ? നമ്മൾ ഓൾറെഡി നമ്മൾ GST വന്നതിന് ശേഷം നമ്മൾ പ്രൈസ് കുറച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ സമയത്ത് കഴിഞ്ഞ മാസം ഒരു 15-ാം തീയതി വരെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഡെഡായി കിടക്കുകയാണ്. നമ്മൾ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നല്ല ബിസിനസ് ചെയ്യാൻ പറ്റി. അത് ചെയ്തിട്ടില്ലായിരുന്നില്ല കഴിഞ്ഞ മാസത്തെ ബിസിനസ് അത്ര മോശമായി പോയത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിലക്കുറവ് എന്തായാലും വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോണല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ആദ്യം ഒരു പ്രീമിയം കാറ്റഗറി തുടങ്ങുകയാണ്. പ്രീമിയം കാറ്റഗറി എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. ഇത് മാത്രമല്ല ചെറുവണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്രീമിയം കാറ്റഗറിയിൽ തന്നെ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത C220D ആണ് C ക്ലാസ് വാഹനം. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് ഉള്ള വണ്ടി 15-17 ഒക്കെ കിട്ടൂലേ? 15 കിട്ടും. 15 കിട്ടും. ഓക്കെ. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് മോഡൽ കുറഞ്ഞ വണ്ടിയാണ്. 2011 മോഡലാണ്. 11 ആണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള നമ്മൾ എടുത്തുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്ന, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത, ഫുൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന 2011 C220D ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ. അന്നത്തെ ടോപ്പ് ആണ് അല്ല? അന്നത്തെ ടോപ്പിന് തൊട്ടതായുള്ള സൺറൂഫ് ഇല്ലാത്ത ഓപ്ഷനാണ്. ഓക്കെ. 2011 ഒറിജിനൽ കേരള. നമുക്ക് എത്ര കൊടുക്കാത്? നമുക്കൊരു സ്പെഷ്യൽ റേറ്റിൽ 6,80,000 രൂപ കൊടുക്കാം. 6,80,000 ഒറിജിനൽ കേരള C220D പക്കാ സർവീസ് പോയ വണ്ടി. പക്കാ സർവീസുള്ള വണ്ടി. നമ്മൾ പല വീഡിയോകളിൽ വരുന്ന കമന്റ് ആണ്, നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ലക്ഷറി വണ്ടികളുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറയുന്നത്. അവർക്ക് പറ്റിയിട്ടുള്ള ഈ വണ്ടിയാണ്. പൊതുവെ ഈ ഒരു സെഗ്മെന്റിൽ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി ചെലവ് കുറഞ്ഞൊരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന് പോറ്റാൻ പറ്റുന്ന ഒരു സ്ഥിതി വേണം. പോറ്റാൻ പറ്റുന്ന വണ്ടി അല്ല, ഈ ഒരു വണ്ടി നോക്കുന്ന ഏകദേശം റേഞ്ച് ഉണ്ടാവുമല്ലോ. വേണം, ഇല്ലാണ്ട് എടുക്കരുത്. ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ വർക്ക് എടുക്കാൻ പറ്റിയ ഈ വണ്ടി ഇതിന് പറയുകയാണെങ്കിൽ ഇതൊരു 2016-17 വണ്ടിയുടെ കണ്ടീഷൻ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ലോണ് ചാൻസ് ഉണ്ടോ? ലോണ് സാധാ ബാങ്കുകൾ കിട്ടില്ല, സേർട്ട് ഫിനാൻസുകൾ കിട്ടും. അങ്ങനത്തെ കിട്ടും. ഓക്കെ. അടുത്തതാ ടൊയോട്ട ടൈസർ. ഷമീസ് കാസിൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ തോന്നുന്നു. ഞാനും ആദ്യമായിട്ടാണ് തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല എവിടെയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. നിങ്ങൾ ഫ്രോൺസ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സെഗ്മെന്റ്. മാരുതിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വണ്ടിയാണ് ഫ്രോൺസ്. അതിന്റെ ടൊയോട്ടന്റെ ഫേസ് ആണ് ടൈസർ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 മോഡല്, 25 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, ഓൺലി 3,000 കിലോമീറ്റർ മാത്രമേ ഷോറൂം കണ്ടീഷനിൽ. ഇത് വേരിയന്റ് വരുന്നത് S എന്ന വേരിയന്റ് ആണെങ്കിലും കൺവേർട്ടഡ് ടു V ഫുൾ ഓപ്ഷൻ എഡ്ജിങ് വരെ ചെയ്തിട്ടുണ്ട്. ഒരു 140ഓളം ചെയ്തിട്ട് എക്സ്ട്രാ ചെയ്തിട്ട് ഫുൾ ഓപ്ഷൻ പോലെ ആക്കിയിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അഡീഷണല് 140 വർക്ക് എടുത്തിട്ട് ഫുൾ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. S ആണ് ഓപ്ഷൻ വരുന്നത്, പക്ഷെ എല്ലാം മാറ്റി അല്ലേ? എല്ലാം മാറ്റി. 360 ക്യാമറ, സീറ്റ് കവർ, ഒരുപാട് എല്ലാം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 25 രജിസ്ട്രേഷൻ വരുമ്പോൾ 28 വരെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി നിൽക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. ഒരു ക്ലെയിമോ ഒരു പൊടി 3000 മാത്രം 3000 മാത്രം ഓടിയിട്ടുള്ളൂ. ഇതിപ്പോ എത്ര ചോദിക്കുന്നതിന്? നമുക്ക് ചോദിക്കുന്നത് നമുക്ക് 8,30,000 രൂപ. 8,30,000 ഈ ഇറക്കുന്ന സമയത്ത് 11 ലക്ഷത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ടാക്കുക എല്ലാം കൂടെ അന്ന സമയത്ത് അല്ലേ? വെറും 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 8,30,000 ഇപ്പോൾ ചോദ്യം. ഇത്രയും ഏകദേശം 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഫുൾ ഓപ്ഷൻ നോക്കുന്ന അഡീഷണൽ ചെയ്താണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ്? നമുക്ക് 8 ലക്ഷം രൂപ ഈസി ആയിട്ട് കൊടുക്കാം. ഓ, അത്രയും കയറും. 30,000 രൂപ ഉണ്ടാലും ഇറക്കി കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മൈലേജ് പൊതുവെ എങ്ങനെ ഒരു 12-16 ഒക്കെ കിട്ടും? ഫ്രോൺസ് നല്ല മൈലേജുള്ള വണ്ടി കൊണ്ടാണ് നല്ല നന്നായിട്ട് വണ്ടി പോകുന്നത്. ആ റേഞ്ച് കിട്ടും എന്തായാലും. ആ റേഞ്ച് എന്തായാലും അപ്പോൾ ഒരു 16 ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ. ഹ്യുണ്ടായ് ക്രെറ്റ നൈറ്റ് എഡിഷൻ. ഇത് അതെ, നൈറ്റ് എഡിഷൻ ആണ്. KL 61 രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് ഹ്യുണ്ടായ് ക്രെറ്റ പെട്രോൾ മാനുവൽ S+ എന്നുള്ള വേരിയന്റിൽ സ്പെഷ്യൽ എഡിഷൻ SC നൈറ്റ് എഡിഷൻ. ഓക്കെ. നൈറ്റ് എഡിഷൻ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. സൺറൂഫ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡറിംഗ് ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്, പിന്നെ സീറ്റിന്റെ മുകളിൽ റെഡ് ബഡ്ജിങ് ഉണ്ട്. ഇവിടെ തന്നെ റെഡ് പാറ്റേൺ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്. ഓക്കെ. ഓട്ടോ എത്ര പോയി? വെറും 6000 കിലോമീറ്റർ. 23 മോഡൽ പറഞ്ഞു. 23 മോഡൽ. 2 വർഷം കൊണ്ട് വെറും 6000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ്. S+ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ പെട്രോൾ. ഓക്കെ. അപ്പോൾ ക്രെറ്റ, സെൽട്ടോസ് ഈ കാറ്റഗറി പെട്രോൾ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ്ങിലൊക്കെ 16 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. 16-17 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലോങ്ങില്. എത്ര നമ്മളിപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 13,30,000 രൂപ. വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടി 13,30,000 രൂപയ്ക്ക് നൈറ്റ് എഡിഷൻ S+ സ്പെഷ്യൽ എഡിഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 12-12.25 കിട്ടും. എന്തായാലും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇതെല്ലാം. 1 ലാഖിൻ്റെ ഉള്ളിൽ. ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെന്റിലാണ് ഇതൊക്കെ ഇറക്കാൻ പറ്റുന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ അടുത്തത് SUV സെഗ്മെന്റ് ആണ്. ജിംനി. നമ്മൾ ഒരുപാട് ജിംനികൾ ഷമീസ് കാസിൽ കാണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഒരുപാടെണ്ണം വിറ്റില്ല ഇപ്പോൾ? ഒരുപാട് വണ്ടിയിട്ടുണ്ട്. നമ്മളാണ് തുടക്കത്തിൽ 2 ജിംനി വെച്ചു. അതെ, 2 ജിംനി വെച്ച് വീഡിയോ ചെയ്തത്. ഓക്കെ. ഇത് KL 53 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല് ജിംനിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് അൽഫ. ഓക്കെ. 23 തന്നെയാണ് മോഡൽ. എല്ലാം മോഡൽ കൂടി തന്നെയാണ് അല്ലേ? ഫസ്റ്റത്തെ ബെൻസ് ഒഴികെ. ഓക്കെ. ആദ്യം മോഡൽ. ഓക്കെ. കിലോമീറ്റർ 13,000 കിലോമീറ്റർ. 13,000 മാത്രമേ ഓടിയുള്ളൂ. 23 പറയുമ്പോൾ 26 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കായിരിക്കും. കമ്പനി വാറണ്ടിയിൽ തന്നെ 10 മാസം 10 മാസം വരെ കമ്പനി വാറണ്ടിയിലേക്കാണ്. എന്ത് പണി വന്നു കഴിഞ്ഞാലും വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഹൈലൈറ്റ്. ഓട്ടോമാറ്റിക് ആണ്. SUV സെഗ്മെന്റ്. 4x4. ഓക്കെ. അപ്പോൾ എത്ര ചോദിക്കുന്നതിനിപ്പോൾ? നമുക്ക് 12,60,000 രൂപ കൊടുക്കാം. 12,60,000 2023 ആൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ജിംനി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 11.5-11.25 കിട്ടും. 12 വരെ നമുക്ക് കൊടുക്കാം. 12 വരെ കിട്ടും. 60,000 രൂപ ഉണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. പൊതുവെ ഇതിൻ്റെ മൈലേജ് എങ്ങനെ ഓട്ടോമാറ്റിക്കലി? എൻ്റെ അഭിപ്രായത്തിലൊരു 10 ആ റേഞ്ച്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായുടെ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. ഹ്യുണ്ടായ് എക്സ്റ്റർ. ഹാച്ച് ബാക്ക് എന്നോ ഒരു കോമ്പാക്ട് SUV എന്നോ ഒന്ന് വിളിക്കാം. ഓക്കെ. അതായത് ക്രോസ് ഓവർ പറഞ്ഞേ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡല് എക്സ്റ്ററിന്റെ S S ആണ്. ഓക്കെ. 24 അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? അതാണ് ഹൈലൈറ്റ്. വെറും 3000 കിലോമീറ്റർ ഓടിക്കണം. ഇതും ലോ കിലോമീറ്റർ വണ്ടി. 3000 മാത്രം ഓടിയ 27 വരെ അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കായിരിക്കും അല്ലേ? ഓക്കെ. S ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 6 എയർ ബാഗ് ഒക്കെ വരും. ഇപ്പൊ മാൻഡേറ്ററി എല്ലാത്തിനും പുതിയ വണ്ടിക്ക് എല്ലാത്തിനും മാൻഡേറ്ററി. ഓക്കെ. ഒരു ക്ലെയിം ഒന്നും കയറിയിട്ടില്ലല്ലോ? ഒന്നും കയറിയിട്ടില്ല. വെറും 3000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2024 S ഓപ്ഷൻ എക്സ്ട്രാ. പെട്രോൾ മൈലേജ് ഒരു 11 to 15 ആ റേഞ്ച് കിട്ടും. മാനുവൽ അല്ല? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 6,75,000 രൂപ കൊടുക്കും. 6,75 ഒരു എക്സ്റ്റർ മാനുവൽ വെറും 3000 കിലോമീറ്റർ ഓടിയ 2024 മോഡൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അണ്ടർ വാറണ്ടിയിൽ ഇട്ടാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായ് i20 ആണ്. i20 ന്യൂ i20 KL 26 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇവിടെ 3 ഒരേ കളർ വണ്ടിയുണ്ട് അല്ലേ? 2 ഹ്യുണ്ടായും ഒരു BMW. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് i20 ഓട്ടോമാറ്റിക് IVT സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ. 22 മോഡൽ IVT ആണ്. ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതാണ് ഗിയർ ബോക്സ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അതെ, മറ്റേ DCT വെച്ച് നോക്കുമ്പോൾ മൈലേജ് കൂടുതലാണ്. മൈലേജ് കുറച്ച് കിട്ടും. 1-2 കൂടുതലുണ്ടാവും. അതെ.
എങ്ങനെ പോയാലും ഒരു 12-16 ആ റേഞ്ച് തന്നെ 13 റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമല്ലോ? ഒരു ക്ലെയിമും ഇല്ല. കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ വാറണ്ടി തന്നെ അല്ലേ? വാറണ്ടിയാണ്, പക്ഷെ അതിനുപരിയായിട്ട് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലേ? വാറണ്ടി നമുക്ക് കൂടെ കൊടുക്കാം. പിന്നെ ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കറക്റ്റായി സർവീസ് ചെയ്ത വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓട്ടം എത്ര പറഞ്ഞത്? ഓട്ടം വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്ററിൽ 3 ഓണർഷിപ്പ് ആയിരുന്നു. ഓണർഷിപ്പ് ഓക്കെ. അപ്പോൾ ലോണൊന്നും കിട്ടാൻ പ്രയാസം വരുള്ളൂ? അതൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഫുൾ സർവീസ് കമ്പനി സർവീസ് ഹിസ്റ്ററി ലോണാണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 6,75,000 രൂപ കൊടുക്കാം. 6,75,000 ഓട്ടോമാറ്റിക് 2022 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ i20. കിലോമീറ്റർ കുറവുള്ള വണ്ടി. അതെ, ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു 6 lakh ലോൺ വരും. 6 above എന്തായാലും ലോൺ കൊടുക്കാം. അത്രയും വരുന്നത് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറങ്ങി. എല്ലാ വണ്ടികളും ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറങ്ങും. ഓക്കെ. മാരുതി സുസുക്കി എർട്ടിഗയാണ് 7 സീറ്റർ വാഹനം. KL 76 നന്മണ്ട രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്ത വീഡിയോസിൽ ഇങ്ങനത്തെ മോഡൽ കൂടിയ വണ്ടികൾ, അതായത് 22, 23 മോഡലൊക്കെ വണ്ടികൾ ഞാൻ ചെയ്യുമ്പോൾ പുതിയ വണ്ടീൻ്റെയും പഴയ വണ്ടീൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ വില പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത്, ഇതിനെന്തിനാണ് പുതിയ വണ്ടീൻ്റെ വില പറഞ്ഞ് കൺഫ്യൂഷൻ പെടുത്തുന്നത്? കാരണം പുതിയ വണ്ടിക്കാണ് ഇപ്പോൾ വില പറഞ്ഞത്. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട് നിങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഒരു വണ്ടീൻ്റെ വില എടുത്ത് പറയുന്നില്ല, നോക്കോ. അങ്ങനെ കമൻറ്റ് വന്നേ. കാരണം എന്തിനാ പറയുന്നത് പുതിയ വണ്ടീൻ്റെ വില? ആളുകൾക്ക് കൺഫ്യൂഷൻ വേണ്ടല്ലോ. പുതിയ വണ്ടിക്ക് ഈ കൊടുക്കുന്ന വണ്ടിക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ പുതിയ വണ്ടിയുടെ അടുത്ത് പറഞ്ഞാണ്, കാരണം അതിനിപ്പോ വില കുറഞ്ഞിട്ടുണ്ട്. ഇതിനെന്താ അറിയോ, ഞാൻ ആദ്യമൊക്കെ അങ്ങനെ നോക്കാറുണ്ടായിരുന്നു. കുറെ ആളുകള് കമന്റ് അടിക്കുന്ന യാതൊരു ബന്ധമില്ലാതെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എങ്ങനെയാന്നുള്ളത് കമന്റ് അടിക്കുന്നത്. അതാ ഞാൻ പുതിയ വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മനെ തല്ലിയ രണ്ടഭിപ്രായമുള്ള നാടാണ്. അതുകൊണ്ട് കാണുന്ന ആളുകൾക്ക് ഒരു ഉപയോഗം വേണ്ടത് തീർച്ചയായും ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം പുതിയ വണ്ടിക്ക് ഇത്രയേ ഉള്ളൂ. എന്റെ പണ്ടത്തെ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമന്റ്സ് എന്ന വീഡിയോ ഓർമ്മല്ലേ? ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്റെ ഫസ്റ്റ് എന്റെ ഒരു അനുഭവമാണല്ലോ. ആ സമയത്ത് ഇത് പറയാ അത് ആവശ്യമില്ലാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച ഒറ്റ വണ്ടി എനിക്ക് സെയിൽ ആവില്ല എന്നുള്ളത്. ഈ സത്യത്തിൽ ആ വീഡിയോയിൽ 9 വണ്ടികൾ വിൽക്കാൻ പറ്റില്ല. ഞാൻ തന്നെ വണ്ടറായി പോയി. പക്ഷെ ആ കമന്റ് നോക്കിയിട്ട് ആ വണ്ടികൾ ഫുള്ള് വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോന് മുമ്പായിട്ട് പോയ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ല കമന്റ് വന്നൊരു വീഡിയോയിൽ ഞാൻ അപ്പം 20 ദേശം ഒരു 10ന്റെ മുകളിൽ 15 വണ്ടി കഴിച്ചാൽ 10ന്റെ മുകളിൽ കഴിച്ചപ്പോൾ ആകെ 3 വണ്ടിയെ പോയിട്ടുള്ളൂ. അപ്പൊ അതുമായിട്ട് അതോരോ ഡിമാൻഡാണ്. പക്ഷെ ഞാൻ ഏകദേശം മാർക്കറ്റ് പറഞ്ഞു കൊടുത്തതാണ്. പുതിയ വണ്ടിക്ക് ഇത്രേ വരുന്നുള്ളൂ, പഴയ വണ്ടിക്ക് ഇത്രേ ചോദിക്കുന്നത്. ആ ഡിഫറൻസ് പറഞ്ഞു കൊടുത്താണ്. അതുപോലെ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് പുതിയ വണ്ടിയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇതിനെ നമുക്ക് പറയാം. 2023 മോഡല് എർട്ടിഗ VXI എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എർട്ടിഗ VXI മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അപ്പോ 26 വരെ വാറണ്ടി. ഇപ്പം വാറണ്ടി ജസ്റ്റ് ഈ മാസം കൂടെ കഴിയും. നമുക്ക് വേണം പുതിയ വണ്ടി നമുക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യാം. ഇൻഷുറൻസും ഇതാ ഇപ്പൊ തീർന്നിട്ടുണ്ട്. നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുകയും ചെയ്യാം. പുതിയ ഇൻഷുറൻസിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. മാനുവൽ വാഹനമാണ്, 7 സീറ്റർ, പെട്രോൾ VXI പെട്രോൾ. മൈലേജ് ഒരു 12-13 റേഞ്ചിൽ എന്തായാലും കിട്ടും. 7 സീറ്റർ ഫുൾ ലോഡ് പോവാണെങ്കിൽ അത്രേ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 9,50,000 രൂപ. 9.5 ലക്ഷത്തിന് 2023 VXI. ഓട്ടോ എത്ര പറഞ്ഞത്? വെറും 21,000 കിലോമീറ്റർ. 21,000, 2 വർഷം കൊണ്ട് കുറവാണ്. അപ്പോൾ ആ റോട്ടേ പോയിട്ടുള്ളൂ. താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഓടിക്കാം. വലിയ മെയിനേഴ്സ് ആയിട്ടൊന്നും പേടിക്കാണ്ട് കൊണ്ടടക്കാൻ പറ്റിയ ഒരു 7 സീറ്റർ ആണ് അല്ലേ? ഓക്കെ. ലോണ് ഒരു 8 എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ. അടുത്തതാ ഒരു അഡാറ് 7 സീറ്റർ. 2 കൂടാ. ബ്ലാക്കും വൈറ്റും ഉണ്ട്. സ്കോർപിയോ ആണ്, ഓൾ ന്യൂ സ്കോർപിയോ. അതെ, ന്യൂ മോഡൽ. KL 2 കൊല്ലം വണ്ടി അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2024 മോഡൽ സ്കോർപിയോ Z8 S വേരിയന്റ്, പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ല, ഓട്ടോമാറ്റിക് പെട്രോൾ. സൺറൂഫും എലോവിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. പുഷ്പ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ 24 എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാറണ്ടി 27 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സ്കോർപിയോ ആണ്. പഴയ സ്കോർപിയോ അല്ല, എല്ലാം മാറി, ഓൾ ന്യൂ അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര ഇത്? വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000. ഓക്കെ. പൊതുവേ ഇതിന്റെ മൈലേജ് എങ്ങനെ? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. എത്ര കിട്ടും? ഒരു 10-11 ആ റേഞ്ചിൽ കിട്ടും. ഇന്നോവ ക്രിസ്റ്റ അതൊക്കെ കിട്ടുന്ന അതേ മൈലേജ്. പെട്രോളിനാണ് മൈലേജ്, അത് കിട്ടില്ല. പെട്രോളിന് 7 കിലോമീറ്റർ കിട്ടും. ഓക്കെ. അത് റയറുമാണ് അല്ലേ? സാധനം റയറുമാണ്. ഓക്കെ. അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 17,50,000 രൂപ കൊടുക്കാം.
17.5 ലക്ഷത്തിന് ഈ 2024 സ്കോർപിയോ ടോപ്പിന്റെ 18,000 കിലോമീറ്റർ. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനം ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 17 വരെ നമുക്ക് കൊടുക്കാം. അത്രയൊക്കെ 17 നല്ല ട്രാക്കുള്ള കസ്റ്റമർ കൊടുക്കാം. 2024 മോഡലല്ലേ, മോഡൽ കൂടി ഉണ്ടല്ലേ, വാല്യൂഷൻ കിട്ടില്ല അത്രയും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. പുതിയ വണ്ടീൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത നമ്മുടെ വൈറ്റ് സ്കോർപിയോയിലേക്ക് എത്തി. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ടോപ്പ് തന്നെ തോന്നുന്നു അല്ലേ? ഏറ്റവും ടോപ്പിൽ 4 എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ മോഡൽ, 4x4 4 വീൽ ഡ്രൈവ് വാഹനമാണ്. ഓക്കെ, അഡാസ് വരുള്ളൂ, എല്ലാം വരും. ഓക്കെ, ഏതാ മോഡൽ? 2022 മോഡല് സ്കോർപിയോയുടെ ഏറ്റവും ടോപ്പിന്റെ വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ്. 4 എക്സ്പ്ലോർ എന്ന് പറഞ്ഞ വേരിയന്റ്. 4 എക്സ്പ്ലോർ 2022 ഓട്ടം 58,000 കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസ്. ഓക്കെ, 58,000 ഫുൾ സർവീസ് പോയിട്ടുണ്ട്. വാറണ്ടി ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എക്സ്റ്റൻഡ് വാറണ്ടി വാറണ്ടി കൊടുക്കാം. ഓക്കെ, ഷോറൂം വാറണ്ടി ഉണ്ടാവും. ഇത് തന്നെ 26 10 മാസം അല്ലേ? 22 10 മാസം. 26 എന്ന് പറയുമ്പോൾ ഡേറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട്. ഇപ്പോൾ കമ്പനി വാറണ്ടി നിൽക്കുകയാണ്. 22 മോഡൽ, 26 അല്ല 25 10 മാസം വരെ ഉണ്ടാവുമല്ലോ. 2025 10 മാസം വരെ ഉണ്ടാവുമല്ലോ. 10 മാസം 26-ാം തീയതി വരെ ഉണ്ട്. ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്. ഓക്കെ, അണ്ടർ വാറണ്ടി നിൽക്കുകയാണ്, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എടുത്തു കഴിഞ്ഞാൽ. അതാ പറഞ്ഞത്. ഓക്കെ, കിലോമീറ്റർ പറഞ്ഞത് 58,000. ഓക്കെ, ഡീസലാണ്, ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 20 ലക്ഷം രൂപ കൊടുക്കാം. 20 ലക്ഷത്തിന് 2022 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് 4x4 ഡീസലാണ്. വില പുതിയ വണ്ടിക്ക് എത്രയും വില വരുന്നത് എനിക്ക് തോന്നുന്നു 31 ലക്ഷം രൂപ. നിങ്ങൾ പറയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് 31 ലക്ഷം രൂപ നോക്കി വില വരുന്നത്. 31 ലക്ഷം 32 അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ GST കുറഞ്ഞതിന് ശേഷം ആ റേഞ്ചിൽ വരുന്നുണ്ട്. ആ റേഞ്ചിൽ. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വരികയാണ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴേ. അല്ല, അതിനാണ് കമന്റ് വന്നത്. അല്ല, ഞാൻ മനസ്സിലായി, ഞാൻ പറയുന്നത് അറിയോ, കമന്റ് വരും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയതാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ കാണുന്നവർക്ക്, എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ പുതിയ വണ്ടിയായിട്ടുള്ള ഒരു വ്യത്യാസം അറിയാലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്താണ് ഇത്രയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അല്ല, നിങ്ങളത് പറയുക തന്നെ വേണം എൻ്റെ അഭിപ്രായം. നിങ്ങൾ എന്ത് രീതിയിലാണ് പോകണം ആ രീതിയിൽ നിങ്ങൾ പോകാം. ഓക്കെ, തെറ്റുണ്ടെന്ന് നിങ്ങളൊരാളെ കമന്റ് വന്നു, ഞാൻ ശ്രദ്ധിക്കാറ്, ഒരു കമന്റ് ഞാൻ ശ്രദ്ധിക്കും. ആ കമന്റിൽ നമ്മളെ ചെയ്ത നിലപാടുകളിൽ വില കൂടുതലുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റാൻ തയ്യാറാണ്. അല്ലാതെ നമ്മൾ അവഗണിക്കും. അല്ല, വിമർശനങ്ങൾ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യണോ? വിമർശനം സ്വാഗതം ചെയ്താൽ വിമർശനം എന്തായിരിക്കണോ? വസ്തുതാപരമായിരിക്കണം. നമുക്ക് തിരുത്താനുള്ളതാണ്, നമ്മൾ തിരുത്തിയ അതുകൊണ്ടാണ് തിരുത്തേണ്ട കമന്റ് അല്ല ഇത്. കാരണം നിങ്ങളെ ഈ വില കമ്പയർ ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. ചില ആൾക്കാർക്ക് പറ്റാത്തുള്ളൂ, ഒരുപാട് പേര് അത് കമ്പയർ ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് അത് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പം നിങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ഇപ്പൊ ചോദിച്ചു 20 ലക്ഷം രൂപ കൊടുക്കും. 20 ലക്ഷത്തിന്. ഓക്കെ, ലോൺ ഒരു 19 മേലക്കരോ? നല്ല ട്രാക്കുള്ളവർക്ക് ലോൺ കൊടുക്കാമല്ലോ നമുക്ക്, കാരണം പുതിയ വണ്ടിക്ക് ഇത്ര വില വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ലോൺ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം, ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി, അടുത്ത 7 സീറ്റർ ടാറ്റ സഫാരി KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ് അല്ലേ? എറണാകുളം ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡല് സഫാരിയുടെ എക്സെഡ് എന്ന വേരിയന്റ്. പ്ലസ് അല്ല, എക്സെഡ് മാത്രം. എക്സെഡ് ആണ്, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ. ഓക്കെ, 21 കിലോമീറ്റർ എത്രയായി? 52,000 കിലോമീറ്റർ. ഡീസലല്ലേ? ഡീസൽ മാനുവൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 14-16 അറേഞ്ച് കിട്ടുമായിരിക്കും അല്ലേ? ലോങ് ഒക്കെ 14 കിട്ടില്ല, 14 ലിറ്റർ എഞ്ചിൻ. ഓക്കെ, 14 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ ഈ വണ്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് വരുന്ന ട്രാൻസിറ്റിൽ വരുന്ന സമയത്ത് ട്രാൻസിറ്റ് കൊണ്ടുവരുന്ന ആളുടെ ബാക്കിൽ വന്നൊരു വണ്ടി വന്നിട്ട് തട്ടിയിട്ട് എൻ്റെ ബമ്പറും ഡീക്കും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മളവിടുന്ന് വരുന്ന സമയത്ത് ട്രാൻസിറ്റിൽ പറ്റിയ കേസാണ് കൊണ്ടുവരുന്ന ആളുടെ. അപ്പം പണിയെല്ലാം കഴിച്ചതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളിതിൽ ഒരു മാർജിനൽ പ്രൈസ് അല്ല പറയുന്നത്. നമ്മളിതിന് പറയുന്നത് 13,50,000 രൂപ നമ്മളെ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം റീപ്ലേസ്മെന്റ് ഉള്ള കേസായതുകൊണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ട് ലോണും കൊടുക്കാം. ചെറിയ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ചോദിക്കുന്നത് 13,50,000 കോസ്റ്റാണ്. 13,50,000 കോസ്റ്റാണ്. അത് ഒരു മാർജിനിട്ട പ്രൈസ് അല്ല പറയുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു ക്ലെയിം വന്നുകൊണ്ടാണ് ഇവരെ ട്രാൻസ്പോർട്ടേഷനിൽ വന്നതാണ്. ഓക്കെ, 2021 മോഡൽ എക്സെഡ് മാനുവൽ ഡീസൽ സഫാരി 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 13.5 ലക്ഷം
ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നല്ല സേഫ്റ്റിയിൽ ഒരു 7 സീറ്റർ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അടുത്തതാ ഒരു ഇന്നോവ ക്രിസ്റ്റ, ഒറിജിനൽ കേരള വണ്ടിയാണ്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അതും 7 സീറ്റർ അല്ലേ? 7 സീറ്റർ അതെ. അടുത്ത 7 സീറ്റർ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡല്, സെക്കൻഡ് ഓണർ, ഇന്നോവ ക്രിസ്റ്റ ടോപ്പ് എൻഡ് വേരിയന്റ് Z 2.8 ഓട്ടോമാറ്റിക്. ഓക്കെ, Z ഓട്ടോമാറ്റിക് 19 മോഡൽ, ഒറിജിനൽ കേരള വണ്ടി, ഏറ്റവും ടോപ്പ് വാഹനമാണ്. അത് പറഞ്ഞാൽ നന്നായി, ഒറിജിനൽ കേരള. കാരണം വെച്ചാല് ഒരുപാട് റേ വണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിലയില്ല കമ്പയർ ചെയ്യാൻ പെട്ടെന്ന്. കേരള വണ്ടിക്ക് മാർക്കറ്റ് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഓട്ടോത്തിനായി ഇത് വെറും 1,11,000 കിലോമീറ്റർ ഓടി. 1.11 പ്രോപ്പർ സർവീസാ? അതെ, പ്രോപ്പർ സർവീസ് വണ്ടിയാണ്. ഓക്കെ, 6 വർഷം കൊണ്ട് 1.11. ക്രിസ്റ്റയെ സംബന്ധിച്ച് ഒരു ഓട്ടോ അല്ല അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? ഉണ്ട്. ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഗ്ലാസ് മാറിയിട്ടില്ല, വേറെ ഒന്നും മാറിയില്ല. ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഹെഡ്ലൈറ്റ് ഒന്നും മാറിയില്ല. ഓക്കെ, ബോണറ്റ് മാത്രം. ചെറിയ എന്തെങ്കിലും പറ്റിയതായിരിക്കും. മാറ്റിയതായിരിക്കും. എത്രയാ ചോദിക്കുന്നതിനിപ്പോ? നമുക്ക് 21,50,000 രൂപ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്, ഓട്ടോമാറ്റിക് 2019 Z ഓട്ടോമാറ്റിക്. 21.5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 20-21 ഒരു 18-19 അത്ര. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ, ഒറിജിനൽ കേരള നോക്കുന്നവരുണ്ടെങ്കിൽ, ഫുൾ ഓപ്ഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇത് അടുത്ത 7 സീറ്റർ കിയ കാരൻസ്. 7 സീറ്ററിൽ എന്താ പറയാ, കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സ് വരുന്ന വാഹനം അല്ലേ? ഓക്കെ, മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ, എങ്ങനെയാ? 2022 മോഡല് കിയ കാരൻസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ലക്ഷറി. ഓക്കെ, ഏറ്റവും ടോപ്പാണ്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളടക്കം വരുന്ന വാഹനമാണ്. 22 പെട്രോൾ ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനം. മൈലേജും ഉണ്ടാവും 18 എന്തായാലും കിട്ടും. ഒരു 18 റേഞ്ചൊക്കെ ലോങ്ങിൽ മൈലേജും കിട്ടും. പിന്നെ 7 സീറ്റർ ഇത് ചെറിയ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ ഇരിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോവാം. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അവരടുത്ത് നിന്ന് ഡിക്ക് ചെറുതായിട്ട് ക്ലെയിം വന്നിട്ട് ഡിക്ക് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് എന്താ മാറിയോ? ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്ക് മാത്രമാണ്, ഡോറ് മാത്രമാണ് മാറിയത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലെയിമും ഇല്ലായിരുന്നു. പക്കാ സർവീസ് ഉള്ളതല്ലേ? പക്കാ സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, ഓട്ടം 30 സംതിങ് ഓടിയിട്ടുണ്ട്. 2022 ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പിന്റെ വാഹനം. സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു 15,60,000 രൂപ കൊടുക്കാം. 15-60 ഒരു ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ കൊണ്ടുപോകാം കിയ കാരൻസ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ എർട്ടിഗ അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മൈലേജ്, പക്ഷെ അതിനേക്കാൾ ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോളൂ. ലോൺ ഒരു 14 കൊടുക്കാം, കിട്ടും. അടുത്തതാ മഹീന്ദ്ര താർ. എവിടെ കാണിച്ചാലും പെട്ടെന്ന് വിറ്റ് പോകുന്ന റേറ്റാ അല്ലേ? ഇവിടെ തന്നെ ഷമീർക്ക് തന്നെ ഒരുപാട് നമ്മളൊരു 6 താറൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് പോയില്ലേ? പോയി. ഓക്കെ, ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ താറ്, 2 വീൽ ഡ്രൈവ്, പെട്രോൾ ഓട്ടോമാറ്റിക്. 2 വീൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 25 2ാം മാസം വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, 26 2ാം മാസം വരെ നിലവിൽ വാറണ്ടി ഉണ്ട്. ഓട്ടം എത്ര പോയി? 30 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, 30,000 സംതിങ് അല്ല? ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. പ്രോപ്പർ ഉണ്ടല്ലോ? ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. എത്ര കൊടുക്കാം നമുക്ക്? നെറ്റ് റേറ്റ് 13 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം നെറ്റ് റേറ്റ് ആണ്. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക്. ലോൺ ഒരു 11-12 രൂപ കൊടുക്കാം മാക്സിമം അല്ലേ? ഓക്കെ, വേറെ വർക്കൊന്നുമില്ല ഇപ്പോൾ ഇത് ചെയ്യുന്നല്ലോ? പക്ക സർവീസ് ആണ്, വാറണ്ടി ആണ്. ഓക്കെ, അടുത്തത് ഗ്രാൻഡ് വിറ്റാര KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ഇത് ഫുൾ ഹൈബ്രിഡ് ആണോ? ഫുള്ളി ഹൈബ്രിഡ്, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. എത്ര ഉണ്ടാവും? 22 എന്തായാലും ഉറപ്പിക്കാം. 22 ഉറപ്പിക്കാം അല്ലേ? ഡീസൽ വണ്ടിയിലെക്കാളും മേലെ കിട്ടും. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല് ഗ്രാൻഡ് വിറ്റാരന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റായ അൽഫ പ്ലസ് എന്ന് പറയുന്നത്. അൽഫ പ്ലസ്. ഓക്കെ, കിലോമീറ്റർ എത്ര? 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 22 മോഡലാണ്. ഓക്കെ, ഇത്രയും മൈലേജ് കിട്ടുന്നല്ലേ? ഓക്കെ, മെയിൻ്റനൻസ് സൈഡും പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പേടിക്കാനില്ല. അതെ, ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്, ഫുള്ളി കമ്പനി സർവീസ്, കറക്റ്റ് മെയിൻ്റനൻസ്. ഓക്കെ, എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് 18,25,000 രൂപ കൊടുക്കാം. 18.5 ലക്ഷമാണ്. 2022 അൽഫ പ്ലസ് ഓട്ടോമാറ്റിക്. ഈ ഒരു ഗ്രാൻഡ് വിറ്റാര നിങ്ങൾക്ക് കൊണ്ടുപോകാം. 90% ലോൺ, നിയർ 100% എടുത്ത് കൊടുക്കാൻ പറ്റും. നിയർലി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്.
നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതെ, നിങ്ങൾക്ക് ലോൺ കിട്ടും. നമ്മൾ കാണിച്ചിരിക്കുന്ന വണ്ടികളിൽ ഫസ്റ്റ് കാണിച്ച വണ്ടി വെച്ച് ബാക്കി എല്ലാത്തിനും മാക്സിമം 90 to 100% ലോൺ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടി നമ്മൾ തുടങ്ങിയതൊരു പ്രീമിയം കാറ്റഗറിയിലാണ്, നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു പ്രീമിയം കാറ്റഗറി. അവസാനിപ്പിക്കുകയാണ്, വണ്ടി കാണിക്കാണ്ടായിരുന്നു, ഇത് സമ്മതിക്കില്ല. ഉൾക്കൊള്ളണ്ടേ, ഇന്ന് വീഡിയോ വേണ്ടേ? ഓക്കെ, അപ്പോൾ BMW നല്ലൊരു അടിപൊളി ബ്ലൂ കളർ BMW ആണ്, BMW 530D അല്ലേ? അതെ. ഓക്കെ, ഏതാ മോഡൽ? 2018 മോഡല് BMW 530D എന്ന് വെച്ചാൽ 5 സീരീസിൽ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് 520, 25, 30 ആണ്. ഓക്കെ, M Sport ആണ് വരുന്നത്. M Sport. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. കേരള ഒറിജിനൽ കേരള നമ്മൾ കാണിച്ചിരിക്കുന്നു, കാണിക്കാൻ പോകുന്നു, അപ്പോൾ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 62,000 2017 അല്ലേ? ഓക്കെ, M Sport ആണ് വാഹനം. ഫുൾ സർവീസ് കമ്പനിയാണ്, സർവീസ് ട്രാക്ക് ഉള്ള വണ്ടിയാണ്. വേറെ പാക്കേജ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ നിലവിൽ? സർവീസ് പാക്കേജോ അല്ല വാറണ്ടി ഒന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാം. പ്രൈസും കൂടെ പറഞ്ഞു കൊടുത്തേ. എങ്ങനെയാണ്? 39 ലക്ഷം രൂപ ചോദിക്കുന്നത്. 39 ലക്ഷം ഒറിജിനൽ കേരള വണ്ടി 2017 ആണ്. 530D. ഓക്കെ, പൊതുവെ 530 മൈലേജ് എങ്ങനെയുണ്ടോ? കുറച്ച് പവർഫുൾ ആണ് വണ്ടി, എന്നാലും കുറച്ചുകൂടെ 520 വില കുറച്ചുകൂടെ കുറയും, വ്യത്യാസം വരും. ഒരു 10-12 കിട്ടും. 10 മുകളിൽ തന്നെ കിട്ടും. കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ലോൺ എത്ര കയറും? നമുക്കൊരു 33-34 ലക്ഷം രൂപ ലോൺ വരെ കൊടുക്കാം. 34 വരെ കിട്ടും. ഓക്കെ, മാക്സിമം കിട്ടുന്നുണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടോ എന്തായാലും വിളിക്കാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറെ കുറച്ച് വണ്ടികളുണ്ട്. നമ്മുടെ EV-കളുണ്ട്, സിട്രോൺ EV കാണിക്കാത്ത വണ്ടികളുണ്ട്. പിന്നെ അതുപോലത്തെ സെൽറ്റോസ്, സോണറ്റ് നമ്മൾ കാണിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാ വണ്ടികൾക്കും നമുക്ക് വിളിക്കാം. അതിലുപരിയായിട്ട് നമ്മളെ 15 ദിവസം കൊണ്ട് നമ്മളെ നടക്കാവില്ല ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ സത്യത്തിൽ ഒന്നും ഫിക്സ് ആയിട്ടില്ല, പണി ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ ഡേറ്റ് 2 ദിവസം കൊണ്ട് ഫിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ അതിന് ഇടയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇനോഗ്രേഷൻ വീഡിയോ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഇനോഗ്രേഷൻ നമ്മളെ പ്രേക്ഷകരെല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യണം, നമ്മുടെ ഷോറൂമിലേക്ക് വരണം. നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിലാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തുടർന്നും ഇനി അങ്ങോട്ടും നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും എല്ലാ ഗൈഡൻസും തരണം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക. പുതിയ ഷോറൂം മറന്നു വേണ്ട. ഒരു 15 ദിവസത്തിനകം നമ്മൾ അറിയിക്കും. നമ്മൾ അറിയിക്കും. നമ്മുടെ പേജിലും ഉണ്ടാവും, കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇനോഗ്രേഷൻ ഇതിനെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക, നല്ല ഐശ്വര്യത്തില സന്തോഷത്തിലാക്കി തരിക. താങ്ക് യു, എല്ലാവർക്കും നന്ദി. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഏത് വേണമെന്നുണ്ടെങ്കിൽ EV വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. താങ്ക് യു, ബൈ.